ഞാൻ എങ്ങനെ വർക്ക് ചെയ്യാ? എന്നാലും എനിക്ക് കീബോർഡൊക്കെ എനിക്കെന്തൊക്കെ ആവണം കണ്ടിട്ട്. അതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഇതന്നെ ഫുൾ എഡിറ്റ് ചെയ്ത അത് എനിക്കറിയാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല എന്ന് എനിക്കറിയാം. ഞാനല്ലേ ഫുൾ പട്ടിപ്പടി എടുക്കണോളാ. മറ്റേ കിഡ്നി കള്ളിയുള്ള കിഡ്നിയാ, മറ്റേ കല്ലുള്ള കിഡ്നിയാ, ആരും എടുക്കൂല. ഞാൻ വെച്ചോടാ ഞാൻ തോറ്റ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യുന്ന സാധനം കാണിക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിലാണ്, മാക്ബുക്ക് പ്രോ i7 എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റത്തിലാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുതിയൊരു സിസ്റ്റം വാങ്ങിയിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് സിസ്റ്റം മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള ക്യാമറയൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ആയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നിങ്ങളെ പോലെ തന്നെ ക്യാമറേൻ്റെത് ഓക്കെ, പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ കുഞ്ഞിപ്പെട്ടി. ഇത് കണ്ടിട്ട് തന്നെ ഈ ഒരു സാധനം വെച്ച് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ എന്തൊക്കെ പോലെ തോന്നും അല്ലേ? ഇത് വെച്ച് ഞാൻ എങ്ങനെ വർക്ക് ചെയ്യാ, എഡിറ്റ് ചെയ്യ എങ്ങനെയാ? എൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു സാധനം. ഇതിപ്പോൾ തുറന്നാലാണ് ഇത് എന്തൊക്കെയാ സാധനം എന്നുള്ളത് അറിയുള്ളൂ. ഇത് നമ്മളെ മിനി കൂപ്പറോ? മിനിയുടെ സാധനത്തിന് നമ്മള് മിനി കൂപ്പറാണല്ലോ പറയാ. നമ്മളെ മാക് മിനി അല്ലേ? മിനി മാക് ആണോ മാക് മിനി ആണോ? മാക് മിനി M4. മാക് മിനി M4. അപ്പം എന്തായാലും നമുക്ക് ഇത് നിങ്ങളെ കൂടെ തന്നെ ഞാനും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. പുതിയ കത്തിയൊക്കെ വാങ്ങി അതിന് വേണ്ടിയിട്ട്. ഇത് അൺബോക്സ് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ തോറ്റ്. നല്ലൊരു പെട്ടിയല്ലേ, കീറണ്ട വിചാരിച്ചിട്ട് തേങ്ങ അറിയാതെ അൺബോക്സ് ചെയ്യാൻ വന്ന് കുത്തിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ മിനി കൂപ്പർ. ചിപ്പ് മാക് മിനി വിത്ത് ആപ്പിൾ M4 ചിപ്പ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അങ്ങനെയാണ്. എന്നിട്ട് തിരിക്കാം, പൊളിക്കാം. ഇതാണ് നമ്മുടെ ഇതിന് കീബോർഡ് മറ്റേ മോണിറ്റർ ഒക്കെ സെപ്പറേറ്റ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള മോണിറ്റർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ മോണിറ്റർ നമുക്ക് കാണിക്കാം. അല്ലേ? എന്നാലും എനിക്ക് കീബോർഡൊക്കെ എനിക്കെന്തൊക്കെ ആവണം കണ്ടിട്ട്. പോയി മോണിറ്റർ എടുത്തിട്ട് വാ. അത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പുതിയ വാങ്ങിയ ബെൻക്യൂവിൻ്റെ മോണിറ്റർ. 27 ഇഞ്ചാണ്. അതിൽ GW2790 എന്ന് പറയുന്ന സീരീസാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉള്ളത് 2780 എന്ന് പറയുന്നത് അല്ലേ? ആ ഒരു മോണിറ്ററാണ് ഞങ്ങൾക്ക് ഉണ്ടത്. അപ്പോൾ പുതിയൊരു സിസ്റ്റം എടുക്കുമ്പോൾ നമുക്ക് പുതിയൊരു മോണിറ്ററും കൂടെ, ഓൾറെഡി നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ പുതിയ സിസ്റ്റത്തിൽ നമുക്ക് പുതിയൊരു മോണിറ്ററും കൂടി എടുക്കാൻ വെച്ചാൽ അപ്പോൾ രണ്ടാൾക്കും കൂടി എഡിറ്റ് ചെയ്യാമല്ലോ. ഇതൊരാൾ എഡിറ്റ് ചെയ്യുന്ന കഴിയുന്ന വരെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കണം, മറ്റേ ആൾ എഡിറ്റ് അതിന് അടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടാൾക്കും ഒരു പരാതി ഇല്ലാണ്ട് അപ്പുറം ഇപ്പുറം ഇരുന്ന് എഡിറ്റ്. അതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഇതന്നെ ഫുൾ എഡിറ്റ് ചെയ്ത അത് എനിക്കറിയാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാനല്ലേ ഫുൾ പട്ടിപ്പടി എടുക്കണോളാ. അപ്പം അങ്ങനെ നിങ്ങൾ വെറുതെ ഇരിക്കണ്ട. അപ്പം അതുകൊണ്ടാണ് പുതിയൊരു കമ്പ്യൂട്ടറും കൂടി നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതിപ്പോൾ അൺബോക്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് പിന്നീട് ഇത് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ക്യാമറ A7 M4.
നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നമ്മൾ ഐഫോണിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനിയും കൂടുതലും ഐഫോണിൽ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങി. ഇതിന് മുൻപ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിന് ഇതായിരുന്നു A7M3 പിന്നെ A7S3 ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ ഇപ്പോൾ വാങ്ങിയത് A7M4 അല്ലേ, M4. അപ്പം നമുക്കിത് അൺബോക്സ് ഇതിൻ്റെ കൂടെ ഞങ്ങൾ വേറെ മറ്റേ LC വാങ്ങിയിട്ടുണ്ട്. LC 500 ലൈറ്റ് ഇല്ലേ നമ്മളെ സ്റ്റിക്ക് ലൈറ്റ്, അതെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അത് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ഒന്നും അറിയില്ല. ക്യാമറ, കമ്പ്യൂട്ടർ ഇതൊക്കെ തുറന്നു നിന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കും, ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യും. അത്രക്കൊക്കെ ഇതിനെപ്പറ്റിയുള്ള ഞാനേ ഉള്ളൂ. പിന്നെ നമ്മളിത് വാങ്ങിയതെന്ന് പറയുന്നത് ലെംബോസ് ക്യാമറാസ് എന്നാണ് കേട്ടോ. കോഴിക്കോടുള്ള ലെംബോസ് ക്യാമറാസ് എന്നാണ് നമ്മൾ നമ്മുടെ ക്യാമറ വാങ്ങിയത്. അപ്പോൾ നമുക്ക് തുറന്നാലോ? എത്തിയാണോ? പിന്നെ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ നല്ലതാണോ? പെർഫ്യൂം ബോക്സ് ആണ് തുറക്കുന്നത്. അല്ല ഇതെന്തേലും ചാർജർ അല്ലേ? നമ്മളെ ചാർജറിന്റെ മറ്റേ ബോക്സ് മാത്രം സെപ്പറേറ്റ് അല്ലേ വരിക. അപ്പോൾ അതിന്റെ അടിയിൽ കുത്തുള്ള സാധനം. പിന്നെ ഇതെന്താ സോണിന്റെ മാനുവല് എന്തൊക്കെ സംഭവം. 2 വർഷത്തെ സ്റ്റാൻഡേർഡ് വാറന്റിയും പിന്നെ നമുക്ക് 1 വർഷം അഡീഷണലും അവൈലബിൾ ആവുള്ളൂ. അതെ. പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഇത് കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് കമ്പ്യൂട്ടറിലേക്ക് സിസ്റ്റത്തിലേക്ക് കുത്താനുള്ളതല്ലേ അത്? അതന്നെ. പക്ഷെ നമുക്ക് ഇനി ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ വാങ്ങിച്ചത് M4 C ടൈപ്പ് പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ A ടൈപ്പ് പറ്റൂല. അപ്പം ഇതിന്റെ C to C കേബിൾ നമ്മളെടുത്ത് വരണ്ട്. പിന്നെ ഇത് ക്യാമറ നമുക്ക് കൈത്തിലിടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ്. പിന്നെ ഇപ്പം എന്താ ബാറ്ററി. ഇതിന്റെ കൂടെ ഇത് ബാറ്ററി അല്ല, ഇത് ഡയറക്റ്റ് ചാർജ് ചെയ്യാനുള്ളതാ. ക്യാമറയിലേക്ക് നമ്മൾ മറ്റേ ഇതിന്ന് പ്ലഗിന്ന് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന ഈ സാധനം വെച്ചിട്ടില്ലേ, ഈ സാധനം വെച്ചിട്ടില്ലേ, ഇത് കുത്തണം. പിന്നെ നമ്മളെ ബാറ്ററി, സോണിയുടെ ബാറ്ററി. ഇനിയാണ് നമ്മുടെ കുട്ടപ്പന എടുക്കണം. ക്യാമറ അങ്ങനെ നമ്മുടെ സോണി ആൽഫ A7M4 ആൽഫ അല്ലേ. ഇനി എൻ്റെ കളിയായിരിക്കും. അപ്പം ഇതിൽ ലെൻസ് നമ്മൾ ഇന്ന് കിട്ടുള്ളൂ. ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇന്ന് കിട്ടും. അത് വന്നിട്ട് ഇത് പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ ചാർജർ സെപ്പറേറ്റ് ബോക്സ് ആയിട്ടാണ് വരുന്നത്. സെപ്പറേറ്റ് ബോക്സ്. ഞാൻ വിചാരിച്ച ആദ്യം ഇത് ലെൻസാണ്. നമുക്ക് പൊട്ടിക്കാം. ചാർജറിൻ്റെ കേബിൾ. ഇന്നത്തേക്കുള്ള സാധനം ബബിൾ റാപ്പർ ഉണ്ട്, നമുക്ക് പൊട്ടിച്ചളിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന. ഇത് ഇങ്ങനെ വെച്ച് ഇവിടെ ഇത് കുത്തിയിട്ട് പ്ലഗ് കുത്തിയാൽ ചാർജ് ആവും. ഓക്കെ ആണല്ലേ, അത് പുതിയൊരു അറിവാണ് ഗൈസ്. എല്ലാവരും നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കുത്തിയിട്ട് ചാർജ് സ്വിച്ച് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സോണിയുടെ 50mm f1.4 എന്ന് പറയുന്ന ഈ ഒരു ലെൻസാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ലെൻസ്. അപ്പോൾ ഇതിൻ്റെ ഹുഡെങ്കിൽ ഹുഡ് അത് മറ്റേതിൻ്റെ മേലെ ഇങ്ങനെ വെക്കണ സംഭവം അല്ലേ. ഇനി ഷൂട്ട് ചെയ്യാം. ബാക്കിയുള്ള ലെൻസുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, വഴിയേ വരും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എന്തായിരുന്നു മെമ്മറി കാർഡ് വാങ്ങിക്കില്ലേ? 256 GB ആണ് കേട്ടോ അത് വരുന്നത്. അത് 800 എന്താണ് സംഭവം 800 MB റീഡിങ്ങും 700 MB റൈറ്റിംഗ് സ്പീഡും. പറഞ്ഞതാ റീഡിങ് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കോപ്പി ചെയ്യണേ. അച്ഛേ റൈറ്റിംഗ് അല്ലേ കോപ്പി ചെയ്യാ? ഒന്ന് കോപ്പി ചെയ്യുമ്പോഴുള്ള സ്പീഡോ ഒന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴുള്ള സ്പീഡോ അല്ലേ? റൈറ്റിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോഴുള്ള സ്പീഡാണ് റൈറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. റീഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മളത് പ്ലേ ചെയ്യുമ്പോഴും കോപ്പി ചെയ്യുമ്പോഴും ഒക്കെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ അതിലുള്ള പിക്ചേഴ്സോ വീഡിയോസോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എടുക്കുന്നതിനെയാണ് റീഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതാ ഇതിലൊന്നും ഇല്ലേ സാധനം? അതെന്താ എത്ര കുഞ്ഞത് വരുന്നേ? ശരിക്കും നോർമലി മറ്റേ കുറച്ചും കൂടി വലുതല്ലേ വരിക? എന്താ ചെറുത്? നോർമലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് SD കാർഡായിരുന്നു. പക്ഷെ ഇത് SD കാർഡല്ല, ഇത് ടൈപ്പ് A എന്ന് പറയുന്ന ടൈപ്പ് A കാർഡാണ്. പക്ഷെ എന്നാ അപ്പം ഇത് ക്യാമറേൻ്റെ ഉള്ളിൽ കറക്റ്റ് പോവോ? അല്ല ഇത് അഡാപ്റ്റർ ഇട്ടിട്ട്? അഡാപ്റ്റർ ഒന്നും ഇടണ്ട. ടൈപ്പ് A കാർഡ് നമ്മളെ A7 M4 ടൈപ്പ് A സപ്പോർട്ടാണ്. കാണിച്ചേ, ഇതാണ് കുഞ്ഞുമണിക്കാട് എൻ്റെ റീഡർ. അല്ല നമ്മളടുത്ത് ഓൾറെഡി 2-3 റീഡർ ഇല്ലേ, പിന്നെ എന്തിനാ നമ്മൾ ഈ ഒരു റീഡർ വാങ്ങിച്ചത്? അതായത് നമ്മളടുത്തുള്ള റീഡറുകളൊക്കെ SD കാർഡ് മൈക്രോ കാർഡുകളൊക്കെ റീഡ് ചെയ്യാനുള്ള കാർഡാണ്. നമ്മൾ മറ്റേ ഫോണിലിടുന്ന ഇതൊക്കെ മെമ്മറി കാർഡൊക്കെ നമ്മൾ അതിൽ റീഡ് ചെയ്യല്ലേ? ടൈപ്പ് A കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു റീഡർ തന്നെ. അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ കാർഡ് മറ്റേ നമുക്ക് വേറെ അഡാപ്റ്റർ നമ്മൾ മറ്റേ സിമ്മൊക്കെ ഇടുമ്പോൾ മറ്റേ മെമ്മറി കാർഡ് നോർമൽ ചെറിയ മെമ്മറി കാർഡ് ഇടുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു വലിയ സാധനം കിട്ടില്ലേ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാപ്ടോപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലുള്ള സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേൽ യൂസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ടൈപ്പ് A കാർഡ് ഇതാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അത് മാത്രമല്ല, അതൊരിക്കലും നമുക്ക് സേഫ്റ്റി അല്ല. കാരണം ഏതാണോ കാർഡ് അതിനനുസരിച്ചുള്ള കാർഡ് റീഡർ വാങ്ങിക്കുക എന്നുള്ളതാണ് സേഫ്. കാരണം നമ്മൾ ഇത്രയും വില കൂടിയ ക്യാമറകളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കണ്ടന്റും അതുപോലുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വെഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അത്രയും ഉത്തരവാദിത്വം നമുക്കാണല്ലോ. അപ്പോൾ ഈ ഫയൽ മിസ്സാവാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും ഓരോ കാർഡ് അതിനനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അത് കണക്റ്റഡ് ആണ് അല്ലേ, എക്സ്ട്രാ അല്ല. അപ്പോൾ ഇതിൽ കുത്തിയാൽ റീഡ് ആവും. പിന്നെ നമ്മൾ LC ലൈറ്റ് സ്റ്റിക്ക് ലൈറ്റ് വാങ്ങി പറഞ്ഞിട്ടില്ലേ, ഒന്ന് ഇതാണ് കേട്ടോ, മറ്റേ ഗോഡോക്സിൻ്റെ LC500R. അത് 2 year വാറണ്ടി ഉള്ള ഒരു സ്റ്റിക്ക് ലൈറ്റ് ആണ്. പിന്നെ ഒന്നുകൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതാ കൊഡാക്കിൻ്റെ S1800 RGB പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് ഞാനിവിടെ കത്തിച്ചിട്ടുണ്ട്, ഇവിടെ എൻ്റെ ബാക്കിൽ ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം കൂടി വാങ്ങി. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ സ്റ്റിക്ക് ലൈറ്റിൻ്റെ ഇതിൽ വാങ്ങിയത്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. മാക് മിനി വാങ്ങിച്ചു,
പിന്നെ A7 M4 വാങ്ങിച്ചു, LC 500R വാങ്ങിച്ചു, കൊഡാക്കിൻ്റെ ലൈറ്റ് വാങ്ങിച്ചു, ലെൻസ്, പിന്നെ കാർഡ് വാങ്ങിച്ചു, കാർഡ് റീഡർ വാങ്ങിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ഒരു കിഡ്നിയും കൂടെ ഉള്ളു. ഒരു കിഡ്നി ഓൾറെഡി വിറ്റു, ഇവള് വിറ്റു. ഒരു കിഡ്നി വിറ്റിട്ടാണ് ഇത് കംപ്ലീറ്റ്. മറ്റേ കിഡ്നി കള്ളിയുള്ള കിഡ്നിയാ, മറ്റേ കല്ലുള്ള കിഡ്നിയാ, ആരും എടുക്കൂല. ഞാൻ വെച്ചോടാ. അപ്പൊ ഒരു കിഡ്നി വിറ്റിട്ട് ഇതൊക്കെ വാങ്ങിച്ചല്ലേ. എന്റെ അടുത്ത് 2 ഉണ്ട്. അത് 2 ഞങ്ങൾ എടുത്ത നമ്മൾ അടുത്ത പട്ടായ ട്രിപ്പിന് വിൽക്കും. യെസ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ വിശേഷം ഇതാണ് പറയുന്നത്. ഇനി വേറെയും സർപ്രൈസുകളുണ്ട്, അത് നമുക്ക് അടുത്തടുത്ത് വരുന്ന വീഡിയോസിൽ പറയാം. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. യാത്രകൾ പോകാനുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ടൊരു Insta360 ഒരു ക്യാമറ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ വേറെയും കുറച്ച് സാധനങ്ങൾ നമ്മൾ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.